നമസ്കാരം. എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. കർക്കിടക മാസം കഴിയാറായി. നമ്മുടെ രാമായണ മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷവും മനസ്സിന് ആശ്വാസവും തരുന്ന ഒരു സമയമാണ് അല്ലേ. കാരണം എന്താ വെച്ചാൽ നമ്മൾ അമ്പലത്തിൽ പോകണു, നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കി രാവിലെ കുളിക്കണു, ഭഗവാനെ തൊഴണു, രാമായണം വായിക്കുന്ന ആളുകളാണെങ്കിൽ രാമായണം വായിക്കണു. അങ്ങനെ പല പല നല്ല കാര്യങ്ങളും ചെയ്യുന്നു. പല ദുശ്ശീലങ്ങളും ആൾക്കാർ ഒഴിവാക്കും ഈ സമയത്ത്. അത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മളുടെ ചീത്ത ശീലങ്ങൾ മാറ്റി നല്ല ശീലങ്ങൾ ഉണ്ടാക്കാനും രാമായണ മാസത്തിന് കഴിയും. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ദൃഢപ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പിന്മാറാതെ നിൽക്കാൻ അടിയുറച്ച ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് അതിനുള്ള കരുത്തും ധൈര്യവും ഒക്കെ നൽകും. ഇതൊക്കെ എന്താ രാവിലെ പറയണതെന്ന് നിങ്ങൾ വിചാരിക്കും. ഞാനിപ്പോൾ അമ്പലത്തിൽ പോയി വന്നിട്ടേ ഉള്ളൂ. നിങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ എന്ന് രാമായണ മാസത്തിൽ രാവിലെ അടുത്തുള്ള അമ്പലത്തിൽ ഞാൻ പോകും. മറ്റുള്ള സമയങ്ങളിലൊന്നും ചിലപ്പോൾ പോകാൻ എനിക്ക് സാധിക്കില്ല. രാവിലെ വീട്ടു ജോലികളൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. ഈ സമയം ഞാൻ ഒഴിവാക്കാറില്ല. രാവിലെ എന്തായാലും അമ്പലത്തിൽ പോയി വന്നാൽ ഒരു പ്രത്യേക ഓജസ്സും തേജസ്സും ഒക്കെ നമുക്കുണ്ടാവും, സന്തോഷവും ഉണ്ടാവും. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി വന്നു. നിങ്ങൾക്ക് മുന്നിൽ എനിക്കിത് പറയണം എന്ന് കുറേ ദിവസമായി ഞാൻ വിചാരിക്കണം. എനിക്ക് ഉണ്ടായ ഒരു കൃഷ്ണാനുഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയണത്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ നിങ്ങളുടെ പ്രിയദർശിനി സുനിൽ. നിങ്ങൾക്ക് എന്നെ അറിയുമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. എൻ്റെ വീട് കുന്നംകുളം. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് നമ്മളുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരുവായൂർ ക്ഷേത്രം. ഗുരുഭവനപുരി എന്ന് പറഞ്ഞാൽ ആർക്കാണ് മറക്കാൻ പറ്റുക? അവിടെ എത്ര ചെന്നാലും മതിയാവില്ല. ഒരു മാസത്തിൽ എല്ലാ സൺഡേസിലും ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകും. ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ എന്താണെന്നറിയില്ല, എനിക്ക് ഭഗവാന്റെ മുമ്പിൽ നിന്നാൽ അപ്പം കരച്ചിൽ വരും. അപ്പം ഞാൻ ഒരു തിരുമേനി പറയണത് കേട്ടു, ഭഗവാന്റെ മുമ്പിൽ നിന്നാൽ നമ്മൾ കരയാൻ പാടില്ല അത്രേ. നമ്മുടെ കണ്ണിന്ന് പോണ കണ്ണുനീര് മലിനാണ് എന്നാണ് പറയണത്. പക്ഷേ എനിക്കത് തടുക്കാൻ പറ്റില്ല. അവിടെ ചെന്നാൽ ഞാൻ അറിയാതെ കരഞ്ഞു പോകും. പല ആളുകളുടെയും വിഷമമുള്ള മുഖങ്ങൾ നമ്മുടെ അമ്പലത്തിൻ്റെ മുമ്പിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾക്ക് ഒന്നുമല്ല. നമ്മുടെ വയനാട് ദുരന്തം കണ്ടില്ലേ? എത്ര ആളുകൾക്ക് വീടും സ്ഥലവും മക്കളും ഭാര്യമാരും അച്ഛൻ അമ്മ ഒക്കെ നഷ്ടപ്പെട്ടു. അവരുടെ മുമ്പിൽ അപ്പം നമ്മളുടെ ദുഃഖം നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ ഏറ്റവും സമ്പന്നരാണ് ഭൂമിയിൽ എന്നല്ലേ. അവർക്ക് നല്ല കരുത്തുണ്ടാവാൻ ഞാൻ എന്നും ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. എനിക്കെന്നല്ല, നമ്മുടെ ലോകത്തിന് എല്ലാവർക്കും വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് അല്ലേ. എൻ്റെ സംഭാഷണം മാറിപ്പോണു അല്ലേ. അപ്പം ഞാൻ എൻ്റെ അനുഭവം പറയാൻ പോവുകയാണ് നിങ്ങളുടെ മുമ്പിൽ. നിങ്ങൾക്കും അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ അനുഭവം നിങ്ങളുടെ മുന്നിൽ പങ്കുവെച്ചാലല്ലേ നിങ്ങളുടെ അനുഭവം എന്താണെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ദിവസവും അമ്പലത്തിലൊക്കെ ഇങ്ങനെ പോവും. എപ്പോഴും ഞാൻ അടിപ്രദക്ഷിണം ചെയ്യണ ഒരു വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭഗവാന്റെ മുമ്പിൽ അടിപ്രദക്ഷിണം ചെയ്യാനും അല്ലാതെ പ്രദക്ഷിണം ചെയ്യാനൊക്കെ. അങ്ങനെ ഒരു ദിവസം ഞാൻ അടിപ്രദക്ഷിണം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മഞ്ഞ മുണ്ടുകൊടുത്തിട്ടാണല്ലോ അവിടെയുള്ള ആൾക്കാർ, ഒരാൾ എന്നെ മാത്രം വിളിച്ചിട്ട് കയ്യിൽ നിറയെ ഒരു 2-3 അടയുണ്ടാവും. അടയും എൻ്റെ കയ്യിലായിട്ട് കൊണ്ടുത്തന്നു. അപ്പം ഞാൻ ഇതുവരെ ഭഗവാന്റെ അട ഞാൻ കഴിച്ചിട്ടില്ല. അന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ, ഭഗവാനെ എനിക്ക് ക്യൂ നിൽക്കാൻ വയ്യ, എനിക്ക് ഭഗവാന്റെ എന്തെങ്കിലും ഒരു പ്രസാദം കിട്ടിയിരുന്നെങ്കിലെന്ന്. എൻ്റെ മനസ്സറിഞ്ഞ് ഭഗവാൻ എനിക്ക് അട തന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആണ് മാറി നിൽക്കണ്ടായിരുന്നു. ഞാൻ 2 ആളും കൂടി ഞങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷം ഈ അട കഴിച്ചു. എനിക്ക് ഇത്രയും വലിയൊരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ വേറൊരു അനുഭവം കൂടി പറയും. ഞാൻ കൂപ്പ് കൈയോടെ തന്നെ സോപാനത്തിൻ്റെ ഉള്ളിലേക്ക് തൊഴാൻ വേണ്ടി ക്യൂ നിൽക്കുകയായിരുന്നു. ഞാൻ അങ്ങനെ തൊഴുമ്പോൾ നമ്മളോട് പറയില്ലേ മാറൂ എന്ന് വേഗം. അങ്ങനെ അവിടെ ഉള്ള ഒരു ദേവസ്വം വക ഒരു ഉദ്യോഗസ്ഥ എന്നെ പിടിച്ചു നിർത്തി നല്ലോണം തൊഴുതോളോ നടക്കിൽ നിന്നിട്ട്. അപ്പോൾ എന്തോ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ വലിയ ദുഃഖം ഉണ്ടാവും എന്നാണ് ആ സ്ത്രീ വിചാരിച്ചത്. അവർക്കറിയില്ലല്ലോ ഞാൻ ഭഗവാന്റെ മുമ്പിൽ നിന്ന് എപ്പോഴും കരയണ ഒരു വ്യക്തിയാണെന്ന്. അവിടെ നിന്ന് ഞാൻ മതിയാവോളം തൊഴുതു. എന്നോട് ചോദിച്ചു പോരെ തൊഴുതത്. അങ്ങനെ ഞാൻ മതിയാവോളം തൊഴുത് ഭഗവാന്റെ മുമ്പിൽ നിന്ന് മാറി. അതുപോലെ ഞാനും എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ പേരക്കുട്ടി ചെറിയ മോൻ
കൂടിയിട്ട് അമ്പലത്തിൽ ക്യൂ നിൽക്കുകയായിരുന്നു. ക്യൂ നിൽക്കുമ്പോൾ കുട്ടി കരയണുണ്ട്, വിശക്കണു എന്ന് പറഞ്ഞിട്ട്. മോനൊരു 6 വയസ്സുണ്ട്. അപ്പോൾ ദൂരെ ഒരു ഫാമിലി ഇരുന്നായിരുന്നു. അതിൽ ഒരാൾ വന്നിട്ട് മോന് ഒരു 3-4 അപ്പം മോൻ്റെ കയ്യിൽ കൊടുത്തു. മോൻ അത് കഴിച്ചു. അത് സാക്ഷാൽ ഭഗവാനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കുട്ടി കരഞ്ഞില്ല. ഞങ്ങൾ ഉള്ളിൽ സുഖമായി തൊഴുത് പുറത്തേക്ക് വന്നു. ഇതൊക്കെ എനിക്ക് ഭഗവാന്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. എനിക്ക് പല വിഷമമായിട്ടുള്ള ഓരോ ഘട്ടങ്ങളും വരുമ്പോഴും ഞാൻ ഭഗവാനെ മുറുകെ പിടിക്കും. എന്നെ ഭഗവാൻ രക്ഷിച്ചിട്ടേ ഉള്ളൂ, ഉയർത്തി കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. എത്ര പറഞ്ഞാലും എനിക്ക് ഭഗവാന്റെ കാര്യം പറഞ്ഞാൽ മതിയാവില്ല. അത്രയും ഞാൻ ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കും ഇങ്ങനെ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? എന്തായാലും അത് എന്നോട് കമൻറ്റ് ബോക്സ് കൂടെ പറയണം. എൻ്റെ ചേച്ചി, അതായത് എൻ്റെ രാഗിണി ചേച്ചി ICUവിൽ കിടക്കുകയായിരുന്നു കേട്ടോ. അന്ന് ചേച്ചിയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. ഞാനും ചേച്ചിയുടെ മക്കളും മാത്രം ICUവിൻ്റെ മുമ്പിൽ ഒരു ദിവസം മുഴുവനും ഇങ്ങനെ ഇരിക്കുക. കുട്ടികൾ ഒരു 18-20 വയസ്സുള്ള 2 മക്കളാണ് അന്ന്. അപ്പം ഞങ്ങൾ ഭഗവാനെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. കുട്ടികൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്, ഞാൻ ഭഗവാനെ വിശ്വസിച്ചിരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ചേച്ചിക്ക് കുറച്ച് ഒന്ന് കുറഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയി. കാരണം എന്താ വെച്ചാൽ മോനെ കോളേജിൽ പോകണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട്. അന്ന് രാത്രി എൻ്റെ അടുത്ത് നാരായണ എന്ന് മഞ്ഞപ്പട്ട് പൊതിച്ചിട്ട് ഒരു പ്രായമായ ഒരു അപ്പൂപ്പനെ പോലെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ ഇങ്ങനെ 2-3 പ്രാവശ്യം തലോടിയ പോലെ എനിക്ക് തോന്നി. രാവിലെ കേൾക്കണത് വളരെ നല്ല വാർത്തയാണ്, ചേച്ചിക്ക് പെട്ടെന്ന് നല്ലോണം സുഖമായിരിക്കണമെന്ന്. അന്ന് ഞാൻ അത്രയും വേദനിച്ചിട്ടാണ് കിടന്നത്. കുറേ നേരം ഞാൻ ഉറങ്ങിയില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ ആരോ ഇങ്ങനെ തൊഴണ പോലെ എനിക്ക് അനുഭവപ്പെട്ടു. പെട്ടെന്ന് നോക്കി ഒന്നുമില്ല. അപ്പം എന്താ വെച്ചാൽ ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടിരിക്കണു എൻ്റെ അടുത്ത് ഭഗവാൻ വന്നിരിക്കണമെന്ന്. അത് പ്രത്യേകം എനിക്ക് ഭഗവാനാണെന്ന് മനസ്സിലാക്കാൻ മഞ്ഞ പട്ട് പുതച്ചിട്ട് അതിൽ നാരായണ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ രൂപത്തിൽ എൻ്റെ അടുത്ത എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ മഞ്ഞപ്പട്ടെന്ന് നാരായണ എന്ന് എഴുതിയിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ വിശ്വസിക്കണം, ആരെന്നെ തോൽപ്പിച്ചാലും ഞാൻ തോൽക്കില്ല. എൻ്റെ കൂടെ ഭഗവാൻ എൻ്റെ കുടുംബത്തെ കാക്കാനുണ്ട്. നമ്മൾ ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, മറ്റൊരാളെ ദ്രോഹിക്കാതിരിക്കുക. ഇതൊക്കെയാണ് ഞാൻ ഈ പ്രായത്തിൽ പഠിച്ച ഒരു പാഠം. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കുറേ ദിവസമായി പറയണം. എൻ്റെ മനസ്സിങ്ങനെ തോന്നിക്കണോ എല്ലാവരോടും ഇതൊന്ന് പറയണം എന്ന്. അത് കാരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് പറയാൻ വന്നത്. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും സുഖവും സന്തോഷമായിട്ട് ഇരിക്കുക. എല്ലാവരുടെ നന്മയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ലോക സമസ്ത സുഖിനോ ഭവന്തു. നമസ്കാരം.